പലപ്പോഴും ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാതിരിക്കുന്നത് പാപപങ്കിലമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് കൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നാം അനുവർത്തിക്കണം. 1, ഒരു അനുതാപ ഹൃദയം ഉണ്ടായിരിക്കണം. ഒരുവൻ ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത് കുറ്റബോധത്തോടെ ആയിരിക്കണം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതാകണമെന്ന് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ ദൈവത്തിൻ്റെ പ്രിയ പുത്രനാണ്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നത് നീതിപ്രവർത്തികളിൽ ആശ്രയിച്ചല്ല, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ദാനിയേലിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ അതിങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്ത് വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. ദാനിയേൽ 9:20 മുതൽ 23 വരെ. ഇവിടെ ദാനിയേൽ സ്വന്തം പാപം ഏറ്റുപറയുക മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കൂടി ഏറ്റുപറയുന്നു. പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാത്തത് പാപങ്ങൾ കഴുകിക്കളയാതെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് കൊണ്ടാണ്. ദാനിയേൽ സ്വന്തം പാപവും ഇസ്രായേൽ ജനത്തിൻ്റെ പാപവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും യാചനയ്ക്ക് മറുപടി വന്നു. മാത്രമല്ല, ദാനിയേലിനെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയനായി ദൈവം കാണുന്നു. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനെ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദിൽ പാപബോധവും പശ്ചാത്താപവും ഉണ്ടായി. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. 139-ാം സങ്കീർത്തനം 23-24 വാക്യങ്ങൾ. നാം അനുദിന പാപങ്ങളെ അനുതാപ ഹൃദയത്തോടെ കഴുകി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ സകല യാചനകൾക്കും ദൈവം മറുപടി നൽകും. 2, ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ കടന്നു വരണം. നമ്മുടെ നീതിപ്രവൃത്തികളിലല്ല പ്രാർത്ഥനകൾക്ക് ആധാരമാകേണ്ടത്. പരീശനെ പോലെ ദൈവസന്നിധിയിൽ അവകാശവാദങ്ങൾ നിർത്തുന്നത് ശരിയായ പ്രാർത്ഥനയല്ല. പരീശൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. ലൂക്കോസ് 18:11-12 വചനങ്ങൾ. സ്വയം ദൈവസന്നിധിയിൽ പ്രശംസിച്ച് പരീശൻ തന്നെ നീതീകരിക്കുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങളെ ദൈവസന്നിധിയിൽ നിരത്തിവച്ച് സ്വയം പ്രശംസയോടെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവം അതിന് മറുപടി നൽകുകയില്ല. നാം ദൈവസന്നിധിയിൽ ചുങ്കക്കാരനെ പോലെ തകർന്ന മനസ്സോടെ കടന്നു വരേണം. ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന് മാറത്തടിച്ച് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ലൂക്കോസ് 18:13. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ക്രൂശിലെ കള്ളൻ അനുതാപത്തോടെ ഹൃദയം നുറുങ്ങി ഇങ്ങനെ യാചിച്ചു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസ് 23:42-43.
ഹൃദയം നുറുങ്ങി യാചിച്ചവന് യേശു നൽകിയത് പറുദീസ. ദൈവത്തിന് പ്രസാദമായ യാഗം തകർന്നിരിക്കുന്ന മനസ്സാണ്. നമ്മിൽ പാപബോധം വേണം. ചെറിയ പാപങ്ങൾ പോലും ഓർത്ത് ഹൃദയം നുറുങ്ങണം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. 51 സങ്കീർത്തനം 17 വചനം. 3. മാനസാന്തരം. പഴയ പാപങ്ങൾ പാടെ ഉപേക്ഷിച്ച് മനസ്സ് പുതുക്കി യേശുവിൻ്റെ രൂപത്തോട് സാദൃശ്യരാകണം. മാനസാന്തരം വേണം. നമ്മുടെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവമാകണം. നമ്മുടെ കോപ സ്വഭാവം മാറണം. നമ്മിൽ നിന്നും അറിയാതെയും അറിഞ്ഞും പുറപ്പെടുന്ന പരദൂഷണങ്ങൾ മാറണം. മറ്റുള്ളവരോടുള്ള കയ്പും വിദ്വേഷവും മാറണം. കർത്താവിൻ്റെ എളിമയും വിനയവും സ്നേഹവും ക്ഷമയും ആർജിക്കണം. ഇങ്ങനെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ദൈവത്തിന് പ്രിയരായി നാമും മാറും. ദാനിയേലിനോട് സ്വർഗം മറുപടി നൽകിയതുപോലെ നിന്റെ യാചനയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ മറുപടി എത്തുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com